അന്റാർട്ടിക്കയിലേക്ക് എന്ന യാത്ര ഇവിടെ ആരംഭിക്കുക. ഞങ്ങളുടെ ഷിപ്പ് അർജന്റീനയിലെ ഉഷായ എന്ന സ്ഥലത്ത് നിന്ന് യാത്ര ആരംഭിച്ച് ഫാൽക്ക് ഐലൻഡും സന്ദർശിച്ച് അവിടെ നിന്നുമാണ് അന്റാർട്ടിക്ക എന്ന മെയിൻലാൻഡിലേക്ക് എത്തുന്നത്. അതിനായി 2 ദിവസം സഞ്ചരിക്കേണ്ടതുണ്ട്. ഫാൽക്ക് ഐലൻഡിൽ നിന്നും ഞങ്ങൾക്കും ടൂർ പോവാം. ഒരാൾക്ക് ഏകദേശം $100 ഫീസ്. ഇംഗ്ലീഷ് ഗവൺമെന്റ് റൂൾ ചെയ്യുന്ന ഫാൽക്ക് ഐലൻഡ് ഒരു സംരക്ഷിത പ്രദേശമാണ്. ഇവിടേക്ക് പ്ലാസ്റ്റിക്കോ ഭക്ഷണ സാധനങ്ങളോ മറ്റൊന്നും കൊണ്ടുപോകുന്നതിന് സാധിക്കുന്നതല്ല. The head of this one. This one. Look, no head. അന്റാർട്ടിക്ക ഒരു മനോഹരമായ പ്രദേശം. ഐസ് കൊണ്ട് മൂടിയ ഒരു മരുപ്രദേശം. ഒരു ചെറിയ മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യാത്രയിലുടനീളം അനേകം കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ ചെന്നെത്താൻ സാധിക്കുന്നത് ഒരു ഭാഗ്യം. ഞങ്ങൾ അന്റാർട്ടിക്കയിൽ ചെന്നപ്പോൾ അവിടെ വേനൽക്കാലമായിരുന്നു. പക്ഷേ നമ്മുടെ നാടുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഇവിടെ മറ്റൊരു ലോകമാണ്. ഒഴുകി നടക്കുന്ന ഐസ് മലകളും ഒരുപാട് പക്ഷികളെയും കാണാം. പക്ഷേ ഈ പക്ഷികളെയൊന്നും ഞാൻ ഭൂമിയുടെ മറ്റുള്ള ഭാഗങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ല. കാഴ്ചകൾ കാണാനായി ഷിപ്പിൽ ഒരുപാട് ഗസ്റ്റ് ഉണ്ട്. അവർക്ക് മുകളിലാണ് ഞങ്ങളുടെ സ്ഥാനം. ഇവിടെ നിന്ന് കാഴ്ചകൾ കുറച്ചും കൂടി ഉയരത്തിൽ നിന്ന് കാണാം, വളരെ അകലത്തിലുള്ള വസ്തുക്കളെ. തണുപ്പ് അസഹനീയമാണ്. എനിക്ക് പക്ഷേ യൂണിഫോം ഉള്ളതുകൊണ്ട് ജാക്കറ്റ് അതിൻ്റെ മുകളിലിടുന്നതിന് ലിമിറ്റേഷൻസ്. ഭയങ്കര വലിയൊരു ഐസ്ബർഗാണ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. അന്റാർട്ടിക്ക സന്ദർശിക്കുവാൻ താല്പര്യമുള്ളത് ഫെബ്രുവരി അവസാനം മുതൽ ഏപ്രിൽ അവസാനം വരെയുള്ള സമയം തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അതിനായിട്ട് ഒരുപാട് ക്രൂസ് ഷിപ്പുകൾ ധാരാളം പാക്കേജ് ടൂറുകൾ നടത്തും. അന്റാർട്ടിക്കയാണ് ഈ കാണുന്നത്. ഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനൊക്കെ ഒരു ഭാഗ്യത്തിൻ്റെ പിൻബലവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ യാത്രയൊക്കെ ആസ്വദിക്കാൻ സാധിക്കും. പെൻഗ്വിൻസിനെ കണ്ടോ? ഇത് കണ്ടോ? പ്രതീക്ഷിക്കാതെയുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ പൊങ്ങിക്കിടക്കണ ഐസിൻ്റെ അകത്ത് കംപ്ലീറ്റ് പെൻഗ്വിൻ ഉണ്ട്. വലിയ വലിയ കൊടും കാറ്റുകൾ വരുന്നത് അവരിങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെയാണെങ്കിലും പക്ഷേ യാത്ര ഈ കാണുന്ന ഐസ് മലയിൽ കൂട്ടത്തോടെ നിൽക്കുന്നത് ഒരു പെൻഗ്വിൻ. ഇവിടെയൊക്കെ തിമിംഗലങ്ങളും ഉണ്ടായിരുന്നു രാവിലെ, ഇപ്പൊ കാണാനില്ല ഒന്നിനും. ഇനിയും യാത്രകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ യൂട്ടൻസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യും.
വലിയ ഐസ് കഷ്ണങ്ങളും മലകളുമായി അന്റാർട്ടിക്ക എന്നെ വീണ്ടും കൊതിപ്പിച്ചുകൊണ്ടിരിക്കുക. ചില സ്ഥലങ്ങളിൽ ചെല്ലാൻ നേരത്ത് അന്റാർട്ടിക്കയുടെ വളരെ മനോഹരമായ നീല കളറോടുകൂടിയ പശ്ചാത്തലം, ചില സ്ഥലങ്ങളിൽ ഇരുണ്ട കളറും നീല കളറും ഒക്കെ പിടിച്ച് ഞങ്ങൾ അന്റാർട്ടിക്ക സന്ദർശിച്ചപ്പോൾ വളരെ നല്ല വെതറായി. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ ഒരുപാട് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ഇനിയും മറ്റൊരു യാത്രയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ കൂട്ടൻസ് വ്ളോഗിൻ്റെ ഇപ്രാവശ്യത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, കാണാത്തവർ കാണുക, ഷെയർ ചെയ്യുക.